ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് കോട്ടക്കൽ ശനിയാഴ്ച ചന്തയിൽ ഒന്നാണ് കേട്ടോ. ആ ചന്തയുടെ ഏകദേശം മധ്യഭാഗത്ത് ഒരാൾ അരിമുറുക്ക് വിൽക്കുന്നത് കണ്ട്. ഒരു കളർ കുടക്ക് കീഴിലാണ് കച്ചവടം. അത് ഈ നല്ല ശുദ്ധമായ എണ്ണയിലുണ്ടാക്കി കൊടുക്കുന്നുള്ള അരിമുറുക്ക് ചെറുതുണ്ട് വലുതുമുണ്ട്. ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുമുണ്ട്. എല്ലാ ശനിയാഴ്ച ഉണ്ടാവില്ല കോട്ടക്കൽ ചന്തയിൽ മെയിനായിട്ടില്ല. ആ ഇതിങ്ങനെ മുറുക്കൊക്കെ ഇങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 20 പീസിന് 100 രൂപ. 20 പീസ് 100 അല്ലേ? വലിയ ഐറ്റം അല്ലേ? ഇതിന് 50 പീസിന് 100 രൂപ. ചെറുത് 50 എണ്ണം 100 രൂപ അല്ലേ? ഒരു പീസിന് 2 രൂപ. ആ ഒരു പീസിന് 2 രൂപ. അതല്ലേ? ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കുന്നതല്ലേ? ആ ഇതെങ്ങനെ റേറ്റ് വരുന്നത് പാക്കറ്റ്? അത് പാക്കറ്റിനാണ്. ഇത് പാക്കറ്റ് 60 രൂപയാണ്. 60 രൂപ അല്ലേ? അത് എത്ര അര കിലോനാ? അര കിലോ ഉണ്ടാവില്ല. അത് 340 രൂപ. 340 ഗ്രാമിൻ്റെ പാക്കറ്റ് 60 രൂപ അല്ലേ? ആ ഇതിന് എന്താ പേര് പറയാം? അത് 6 നമ്പർ ഐറ്റത്തിൽ പെട്ടതാണല്ലേ? ആ ഇതിൻ്റെ മിച്ചറ് ഇത് അര കിലോത്തിൻ്റെ പാക്കറ്റാണ്. ആ അതിന് 80 രൂപ. അര കിലോ മിച്ചറ് 80 രൂപ അല്ലേ? ആ നമ്മൾ മടക്ക് എങ്ങനെ? അത് മടക്ക് വന്ന അര കിലോത്തിൻ്റെ പാക്കറ്റാണ്. ആ അതിന് 70 രൂപ. അര കിലോ 70 രൂപ. അര കിലോ അല്ലേ? ആ കിലോ 140. ആ അച്ചപ്പോ? അച്ചപ്പം ഒരു പാക്കറ്റ് 25 രൂപ. 25? ആ പാക്കറ്റ് അല്ലേ? ഒരു പാക്കറ്റ്. ആ അതെങ്ങനെ? കടല എങ്ങനെ? കടല ഒരു പാക്കറ്റ് 25? 25 പട്ടാണി കടല അല്ലേ? നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇവിടെ കാണുമല്ലേ? എല്ലാ ആഴ്ചയും ഇവിടെ ഉണ്ടാവും. കുറേ കാലമായിട്ട് ഒരു 20 കൊല്ലമായിട്ട് ഞങ്ങളിവിടെ. ആ കോട്ടക്കൽ ചന്തയിൽ ചന്തയിൽ ഏകദേശം ഇതേപോലെ മധ്യഭാഗത്തായിട്ട് നമ്മൾ കച്ചവടം ഉണ്ടാവും. ഉണ്ട്. ഇത് നല്ല അരിമുറുക്കാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനെ അപേക്ഷിച്ചിട്ട് ഒരു വീട്ടിലുണ്ടാക്കിയ അങ്ങനത്തെ ഒരു നല്ല ടേസ്റ്റാണ് അതിനുള്ളത്. കുറേ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഏറെക്കുറെ അത് ഗൾഫിലോട്ടും മറ്റൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാനും അതിനൊക്കെയാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ കോട്ടക്കൽ ചന്തയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അരിമുറുക്ക് കൊണ്ടുപോകാം. ഗൾഫിലോട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവർ പാക്ക് ചെയ്ത് ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. പിന്നെ അത് കൂടാതെ തന്നെ നല്ല അച്ചപ്പം, മിച്ചറ്, പിന്നെ പഴയ നല്ല മടക്കുണ്ടല്ലോ, നമ്മൾ മഞ്ഞ കളറിലുള്ള അടിപൊളി മടക്ക്, അതേപോലെ അതിൻ്റെ ചെറിയ നല്ല മടക്കും ഇവരുടെ അടുത്ത് ലഭ്യമാണ്. അതൊന്നും ബേക്കറിയത്തെ അത്ര റേറ്റും ഇല്ല. മാത്രമല്ല ഇതൊക്കെ എല്ലാം വൃത്തിയിൽ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന നല്ല സാധനങ്ങളാണ്.